ജനങ്ങളും നഗരസഭയും ഒരുമിച്ചു. മട്ടന്നൂർ ഇനി മാലിന്യമുക്ത നഗരസഭ. മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനവും ശുചിത്വ ശൃംഖലയും സംഘടിപ്പിച്ചു. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പ്രഖ്യാപനം നടത്തി. അങ്ങനെ എല്ലാവരും അണിനിരന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ രക്ഷയ്ക്കായിട്ടാണ് ഈ പ്രധാനപ്പെട്ട കേന്ദ്രയിൽ കേരളം ഏറ്റെടുക്കുന്നത്. കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ വൈസ് ചെയർമാനായിട്ടുള്ള മാലിന്യമുക്ത നഗരസഭയുടെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളാണ് ഈ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ ശുചീകരിച്ച ജനങ്ങൾ ഏറ്റവും സുന്ദരമായി വിശ്വസിക്കാൻ ഈ നാട്ടുകാരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വീട് വിശ്വസിക്കുന്നതുപോലെ പൊതുജനങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് പ്രാർത്ഥനയില്ല. വലിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. പ്രഖ്യാപനത്തിന് മുന്നോടിയായി തലശ്ശേരി റോഡിൽ നിന്ന് തുടങ്ങിയ വിളംബര റാലി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ കേരളത്തിന്റെ ഭൂപടത്തിന്റെ മാതൃകയിലും അവർക്ക് ചുറ്റും ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ കൈകോർത്ത് നിന്നു. തുടർന്ന് നഗരസഭാ ശുചിത്വ അംബാസിഡർ ഡോക്ടർ സുമിത നായർ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഉപാധ്യക്ഷ ഒ പ്രീത, സ്ഥിരം സമിതി അധ്യക്ഷരായ കെ മജീദ്, പി ശ്രീനാഥ്, വി കെ സുഗതൻ, പി അനിത, പി പ്രസീന, ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ശുചിത്വ ശൃംഖലയിൽ അണിചേർന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.